ശ്രീധരം ചെവിതല കേൾപ്പിക്കില്ല മനുഷ്യനെ. നേരം വെളുക്കുമ്പോ തുടങ്ങും ഇത് മരിച്ചു മുമ്പിൽ വെച്ചിട്ട്. തൊടിയിൽ 4 നേന്ത്രവാഴക്കന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ തടവൊന്ന് ചിക്കി കൊടുത്താലോ? പശുക്കൾ കിടന്ന് അമർന്നത് കേട്ടില്ലേ? ഒരു പിടി വൈക്കോല് പിടിച്ചിട്ട് കൊടുത്താലോ? അതെങ്ങനെയാ? മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി പോവില്ലേ? തൊട്ടേനും വെച്ചേനും പണിക്കാരെയും കാത്തിട്ടിരുന്നു. കെട്ടുകെട്ടായിട്ടില്ലേ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ട് പോയിരിക്കുന്നത്? ചെയ്യേണ്ട എപ്പോഴായാലും ഞാൻ തന്നെയല്ലേ ചെയ്യണേ. പിന്നെന്തിനാ ഇളയമ്മ വെറുതെ ബഹളം ഉണ്ടാക്കണേ? തറുതല കേട്ടില്ലേ? ഞാൻ ഉണ്ടാക്കുന്നത് ബഹളം. ഇവള് മൂക്കുമുട്ട തിന്നിട്ട് പോയി ഇതും വെച്ച് കിരികിരേന്ന് കരയിച്ചോണ്ടിരുന്ന ബാക്കിയുള്ളൊരു കമാന്ന് മിണ്ടാൻ പാടില്ല. കേവം തന്നെ നിന്റെ ന്യായം. പോ രേക്കൂട്ടം പോയി ഡ്രസ് ചെയ്യ്. സ്കൂളിൽ പോകാൻ സമയമായി. അതുകൂടെ നിനക്കാവില്ല. അവൻ എത്താത്തടത്ത് കയറിയുള്ള തുണി മുഴുവൻ വലിച്ചു താഴെട്ടാ ആർക്കാ ചെയ്തല്ലേ? അപ്പ ഇതുപോലൊരു അവതാരം ഈ 7-14 ലോകത്തിലുണ്ടാവില്ല. ടീച്ചർ ഒരു രാക്ഷസിയുടെ കഥ പറഞ്ഞല്ലോ. ആളുകളെ കണ്ട ഗർന്ന് ചിരിച്ചിട്ട് വരും അത്രേ. കടിച്ചു നിന്നിട്ട് എല്ലും മുടിയെല്ലാം കാട്ടിൽ കൊണ്ടുവിടും അത്രേ. അമ്മ അതുപോലെ രാക്ഷസിയല്ലേ? അങ്ങനെയൊന്നും പറയരുത്. മോന്റെ അമ്മയല്ലേ? ചീത്ത കുട്ടികൾ അങ്ങനെയൊക്കെ പറയാട്ടോ. മോൻ ചീത്തയാ? നല്ല കുട്ടിയല്ലേ? ഞാനേ അരീക്കുളങ്ങര പത്മാവതിയമ്മയുടെ ഉടം വരെ ഒന്ന് പോവുക. കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കി പാടത്തേക്ക് അയക്കണം, മറക്കണ്ട. കുളിമുറി കിടക്കണ തുണിയെല്ലാം അലമ്പിടാൻ നോക്ക്. വൈകിട്ടായ മഴക്കാറുണ്ടാവും, ഉണങ്ങില്ല. പിന്നെ വെറുതെ തലകുലിക്കിട്ട് കാര്യമില്ല. പറയണതൊക്കെ മണ്ടയ്ക്കകത്ത് കയറണുണ്ടോ? മോന്ത വീർപ്പിച്ചിട്ട് എന്താ കാര്യം? കണ്ടറിഞ്ഞ് ചെയ്താൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ നോക്കാം. വഴിവിളക്കിന്റെ വെളിച്ചം ജനൽക്കടന്നെത്തി ചുവരിൽ വരയ്ക്കുന്ന നിഴൽചിത്രം നോക്കി മൈഥിലി കിടന്നു. ദൈവത്തിന് കണ്ണു പിന്നാമ്പുറത്തായിരിക്കണം. അല്ലെന്നും കാരുണ്യം ഉറവെടുത്തു ചുരത്തുന്ന ദിവ്യ ജ്യോതിസായി, കേഴുവോർക്ക് സാന്ത്വനമായി, തീണ്ടുവോർക്ക് കനൽ ശരങ്ങളായി മുന്നിൽ തന്നെയാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നെന്തേ, എങ്ങനെ ദൈവനിന്ദ തന്നിൽ കുടിയേറി തമ്പടിച്ച് കൊടിനാട്ടി? മതി, അവിടെ നിർത്ത്. ഉണ്ണീട്ട് എഴുന്നതൊക്കെയും തന്നെത്താനെ വായിച്ചാലേ അതിനൊരു സുഖമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നിർത്തണം. എന്നിട്ട് അതിന്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതിലലിഞ്ഞ് എങ്ങനെയാ അത് പറയേണ്ടത് എനിക്കറിയില്ല. ഇന്നാ പിടിച്ചോ. നിങ്ങളായി നിങ്ങളെ പാടായി ഇടയ്ക്ക് നിൽക്കുന്നതിന് വഷളാക്കുന്നൊരു ഏർപ്പാട്. എല്ലാം തന്നെത്താൻ അങ്ങോട്ട് ആയിക്കോളൂ. വെറുതെടി, തമാശ. ഈ ജയിലിൽ നിന്ന് എപ്പോഴാണ് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയുക? വരണോടത്തും പോണോടത്തും എല്ലാം അച്ഛൻ ഏട്ടത്തിന്റെ ജോലിക്കാരും പറയുന്നുണ്ട്. വേഗം ഒന്ന് ശരിയാക്കിട്ടാൻ പ്രാർത്ഥിക്കുക, അത്ര തന്നെ. പ്രാർത്ഥിക്കാഞ്ഞിട്ടപ്പോ കാക്കക്കുറത്തികൾ പറയണേലും കാര്യമുണ്ടെന്നാ തോന്നണേ. തലയിലെ വര എനിക്കത് ശരിയില്ലാന്ന് തോന്നുന്നു. കരയണ്ട കരയണ്ട, കരഞ്ഞ ഞാനങ്ങ് പോവും. വെച്ചരശ്. അങ്ങനെ രാഘവൻ നാരെ തളച്ചിടാൻ നോക്കണ്ട കുട്ടീഷ്ണ. കൊടുക്കാൻ ഞാൻ തന്നെ കൊടുക്കുമെന്ന് തോന്നണു. ആയിട്ടില്ല, വഴിയുണ്ട്. അതും അങ്ങോട്ട് പറഞ്ഞു തരണമെന്നാ. നോക്കി കണ്ടുപിടിക്കടോ. ആ, എന്തായി കുട്ടന്നേരെ? അവിടെ ഒഴിവുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേങ്കിലെ പഴയ ടീച്ചർ പോയതിന്റെ പിറ്റേന്ന് തന്നെ എത്തിയിരിക്കണു അത്രേ 4-5 എണ്ണം. മന്ത്രിന്റെ ശുപാർശയും കൊണ്ടുവന്നതിനെ വെക്കുകയും ചെയ്തു അത്രേ. ഏതവന്റെ കയ്യും കാലും പിടിച്ചിട്ടാലും വേണ്ട കുട്ടന്നാരെ. ഒരു ജോലിയായി നേരം വിളിച്ചാകുമ്പോ ഒരു വഴിക്കിറങ്ങിപ്പോയാ ആ ശൂർപ്പണയുടെ ചീറ്റും തൊഴിയും അത്രയെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ അതിന്. അതുകൊണ്ടാ. അതുമല്ല, ആ കുട്ടിയുടെ ജന്മനാലുള്ളൊരാഗ്രഹ പാട്ട് ടീച്ചർ ആവണമെന്ന്. എന്നാ കഴിയണതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കി
അത് നമ്മുടെ കയ്യിലല്ലല്ലോ. ജോലി അല്ലാണ്ട് അതിനൊരു മോചനം എന്ന് വെച്ചാൽ കുട്ടന്മാർക്ക് അറിയൂലോ. ഇവിടുത്തെ ഇവന്റെ ജാതകത്തില് അങ്ങനെ ഒരു ഏടാകൂടെ ഉള്ളതുകൊണ്ടാ. 26 ആവാണ്ട് പുടമുറി പാടില്ലെന്നാ. അതിന്റെ അർത്ഥം അവൾക്ക് ശാപമോക്ഷത്തിന് ഇനിയും കൊല്ലം 2 കാത്തിരിക്കണമെന്നാ. ആയുസ നിനക്ക്. മുത്തനാലിന്റെ അവിടുത്തെ വളവ് ഇങ്ങോട്ട് തിരിയുമ്പോ ഓർത്തേ ഉള്ളൂ നിന്റെ കാര്യം. എന്താ ഓർത്തത്? വല്ല ഇടവഴിയിലോ പൊന്തക്കാട്ടിലോ നിപ്പുണ്ടാവുന്നോ? അല്ലാണ്ടെങ്ങനെയാ? ഇങ്ങനെ പാത്തും പതുങ്ങി നിന്നിട്ട് വേണമല്ലോ എനിക്ക് കാണാനുള്ളവരെ കാണാൻ. ഞാൻ ആ വീട്ടിലേക്ക് വരില്ല കാര്യം നിനക്കും അറിയാം, എനിക്കും അറിയാം. എന്റെ വീട്ടിലാണെ അച്ഛനുണ്ടാവും, സുമിത്രയുണ്ടാവും. അപ്പൊ പിന്നെ ഇത് തന്നെ വഴി. മുകളിൽ ആകാശം, താഴെ ഭൂമി, നടുക്ക് നമ്മൾ രണ്ടും. നമുക്ക് നമ്മുടെ ഈ തങ്കരഥവും. ഇത് തന്നെ മോളെ സ്വർഗം. വാ കേറിങ്ങോട്ട്. അവര് നോക്കുന്നു. അവര് നോക്കട്ടെ. ഉണ്ണിയേട്ടാ നിർത്ത് ഉണ്ണിയേട്ടാ. ഇല്ല, എനിക്ക് പേടിയാവുന്നു ഉണ്ണിയേട്ടാ, നിർത്ത്. നിർത്തി. ഞാൻ ഇനി ഉണ്ണിയേട്ടുള്ള വഴിക്ക് വരില്ല ഇങ്ങനെയാണെങ്കിൽ. നീ എന്റെ സ്വന്തമെന്ന് നാട് മുഴുവൻ അറിയണ കാര്യമാണ്. പിന്നിപ്പോ 4 ആൾ കണ്ടാലെന്താ? സത്യം പറഞ്ഞ ഉണ്ണിയേട്ടനോട് എനിക്ക് ദേഷ്യ വരുന്നത്. ഉണ്ണിയേട്ട ഒരു ദുഷ്ടനാ. ചെകുത്താന്റെയും കടലിലെയും നടുക്കെന്ന് പറഞ്ഞ പോലെയാ ഇവിടെ എന്റെ സ്ഥിതി. അതിന്റെ ഇടയിലാ ഉണ്ണിയേട്ടനെ ഈ പാട്ടും കൂത്തും. ചേച്ചേ കരയാ? ഇതല്ലേ പറഞ്ഞ വേണ്ടെന്ന്? നിന്റെ കഥയൊന്നും അറിയാഞ്ഞിട്ടല്ല മോളെ. ഞാനിന്ന് പൊട്ടിച്ചിരിച്ച് കാണിച്ചാലെങ്കിലും നിന്റെ മുഖത്ത് ഒരു ഇത്രയെങ്കിലും തെളിച്ച ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് മാത്രാ ഞാൻ ഈ കോപ്പറാട്ടിയെല്ലാം കാട്ടണേ. ചിലപ്പോ തോന്നും ജോത്സ്യവും കബഡിയും അവന്റെ പണ്ടാരവും എല്ലാം പുല്ലാന്ന് വിചാരിച്ച് നിന്നെയും കൊത്തിയെടുത്ത് പറന്ന് പറന്ന് ഈ ലോകത്തിന്റെ അങ്ങേ തലയ്ക്കൽ എവിടെയെങ്കിലും ചെന്ന് കൂടിയാലോ എന്ന്. പക്ഷേ അച്ഛനെ ഓർക്കുമ്പോഴാ എന്നെ സുമിത്രനെ പോലെ തന്നെയോ ചിലപ്പോ അതിനേക്കാളും കുറെ കൂടുതലായിട്ടോ നള്ളിനെ സ്നേഹിക്കുന്ന ആളല്ലേ എന്റെ അച്ഛൻ. അച്ഛന്റെ ചില സെന്റിമെന്റ്സ് അതിനെ മാനിക്കാനെങ്കിലും ഇത്രയും പുറത്ത് നമ്മള് കുറച്ചുകൂടെ അങ്ങ് പുറത്തൂടെ? അതാ വയ്ക്കോ. കണ്ടില്ലേ, എനിക്ക് ഇന്നത്തെ പൂരത്തിനുള്ള വകയായി. ഞാൻ സഹിച്ചോളാം. അതിന് ഉണ്ണേട്ടനാ എനിക്കൊരു ധൈര്യം. എത്ര ചെറുപ്പത്തിൽ വിധവയായാലും സമൂഹം അവളെ ശപിക്കപ്പെട്ടവളായി മാറ്റി നിർത്തും. വിധവയെ ആരും വിവാഹം കഴിക്കുകയില്ല. തലമുണ്ടനം ചെയ്യണം, തലമുണ്ടനം ചെയ്യണം. നല്ലിയർത്തി, മുണ്ടനം ചെയ്യാന്ന് വെച്ചാൽ എന്താ? തല മുട്ടയടിക്കുക. വെള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ. ആഭരണങ്ങളോ അലങ്കാരങ്ങളോ അണിയാൻ അനുവദിച്ചിരുന്നില്ല. മംഗളമുഹൂർത്തങ്ങളിൽ വിധവയെ ദർശിക്കുന്ന അശുഭ സൂചകമായിട്ട് കണക്കാക്കിയിരുന്നു. ആർക്കും വേണ്ടാതെ എല്ലാവരും വേറെ ഗതിയില്ലാഞ്ഞിട്ടോ അല്ല 2ാം സംബന്ധമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ വന്നു കയറിയത്. ഇവിടെ ആരുടെയും പണവും പകിട്ടും കണ്ടിട്ടുമല്ല. പഞ്ചാര വാക്കും പറഞ്ഞ് കൊഞ്ചിയിട്ടും കാൽ പിടിച്ചിട്ടും വിളിച്ചിറക്കി കൊണ്ടുവന്നതാ എന്നെ നിന്റെ തന്ത. പുന്നാരമോളുടെ മഹിമകൾ പാടിക്കേട്ടപ്പോ അതിലങ്ങ് മയങ്ങിപ്പോയത് എന്റെ തെറ്റന്നെയാ. അടിക്കണം എന്നെ തന്നെ, ചെരിപ്പൂരി അടിക്കണം. എത്രയായാലും ആരാൻ പറ്റുക താൻ പറ്റിയുള്ള വരില്ല എന്ന് ഞാൻ അന്നേ കാണേണ്ടതായിരുന്നു. എന്നിട്ടും ഇതോ പാപപുണ്യം വിചാരിച്ച് ഈ പാമ്പ് കുഞ്ഞിനെടുത്ത് ഒക്കത്ത് വെക്കാൻ വന്നപ്പോ വാളും പരിചയം എടുത്ത് നിന്നോരാ ഇന്ന് അവകാശം കൊണ്ടാടാൻ വരുന്നത്. ഒരു കണക്കിന് നോക്കിയാ നിന്റെ അച്ഛനെ നേരത്തെ ഞാൻ കെട്ടിയെടുത്ത് നന്നായിടി. അല്ലെങ്കിൽ ഇപ്പൊ അളിയന്റെയും തൃപ്പുത്രന്റെയും താഴത്തിന് തലയും കുത്തി നിന്ന് ആടുന്നത് എന്റെ കണ്ണുകൊണ്ട് തന്നെ കാണേണ്ടി വരുമായിരുന്നു. എടി, നിന്റെ തോന്നിയാസത്തിന് നാട് തിരക്കി നടന്നാലേ മുട്ടുകാല് തല്ലി ഒഴിച്ച് മൂലക്കിലടി ഞാൻ പറഞ്ഞേക്കാം. പഴമക്കാരി പറയണ വെറുതെയാ 10 ഗുണം 10 ഗുണമെന്ന്. പെറ്റ മൂദേവി എന്തായിരുന്നു ആകാന്ന് ആർക്കറിയാം. അച്ഛനെ പറഞ്ഞ അടക്കി പിടിച്ചിട്ടായാലും ഞാൻ സഹിക്കണത്. അച്ഛന്റെ മേലെ നിങ്ങൾക്കൂടെ കുറച്ച് അവകാശമുള്ളതുകൊണ്ടാ. എന്നാ അമ്മ, അമ്മ എന്തിനാ നിങ്ങളീ പറയണത്? ക്ഷമിക്കണേനൊരു അതിരുണ്ട്. എന്നിട്ട് എന്താ നീ എന്നെ ചെയ്യാൻ പോണേ? അങ്ങ് വിഴുങ്ങിക്കളയോ? ചന്ദ്രാസം ഇളക്കിട്ടൊന്നും കാര്യമില്ല. അടങ്ങി ഒതുങ്ങി ഒള്ളേലോ ഒരു നിന്നിട്ട് ഒരു മൂലയിലെങ്ങാനും കിടന്നോ? അതാ നിനക്ക് നല്ലത്.
എടാ രഘു, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, വന്ന് തിന്നിട്ട് കിടക്ക്. പറഞ്ഞത് കേട്ടില്ലേ? ചോറ് തിന്നിട്ട് കിടക്ക്. എനിക്ക് വേണ്ട. എന്താ? എനിക്ക് വേണ്ട. ചോറും വേണ്ട, ഒന്നും വേണ്ട. ശരി, വേണ്ടെങ്കി വേണ്ട. കിടക്ക് പോയി. പോ.